സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് 2025-ലെ ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയെക്കുറിച്ചാണ്. ഒരുപാട് റിപ്പോർട്ടുകളും വിശകലനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഇതൊരു വെറും ഒരു സാധാരണ ടൂർ അല്ല. 2025-27-ലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നത് ഈ പരമ്പരയോടെയാണ്. അതും പോരാഞ്ഞിട്ട് ഓർക്കണം, 2007-ന് ശേഷം ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര ജയിക്കാൻ ഇന്ത്യക്ക് കിട്ടുന്ന അവസരം കൂടിയാണിത്. അതെ, ആ 17 വർഷത്തെ കാത്തിരിപ്പ് അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ഈ പരമ്പരയുടെ ഷെഡ്യൂൾ നോക്കിയാൽ 5 കളികളുണ്ട്. അതെ, 5 ടെസ്റ്റുകൾ. ജൂൺ 20-ന് ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ തുടങ്ങും. പിന്നെ ലോർഡ്സ്, എഡ്ജ്ബാസ്റ്റൺ, ഓൾഡ് ട്രാഫേർഡ്, എല്ലാം പ്രശസ്തമായ ഗ്രൗണ്ടുകൾ. അവസാനം ഓഗസ്റ്റ് 4-ന് ഓവലിൽ. ശരി, അപ്പൊ ഷെഡ്യൂൾ ഏകദേശം ക്ലിയർ ആണ്. പക്ഷേ ടീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തവണത്തെ ഏറ്റവും വലിയ മാറ്റം ഇന്ത്യൻ ക്യാപ്റ്റൻസിയിലാണല്ലോ. അതെ അതെ, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു. പകരം ശുഭ്മാൻ ഗിൽ, ഒരു യുവ ക്യാപ്റ്റൻ. അത് ടീമിനെ എങ്ങനെ ബാധിക്കുമെന്ന് കാണണം. ഗില്ലിന്റെ ഒരു രീതി ശാന്തമാണല്ലോ. കോഹ്ലിയുടെ ആ അഗ്രഷനിൽ നിന്നൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ശരിയാണ്. ഗില്ലിന്റെ ആ ഒരു തന്ത്രപരമായ സമീപനം ഒരു പുതിയ തുടക്കമാവും. പക്ഷേ മറുവശത്ത് ജസ്പ്രീത് ബുംറ ക്യാപ്റ്റനാവാനുള്ള അവസരം വേണ്ടെന്ന് വെച്ചതും ശ്രദ്ധേയമായില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബുംറയുടെ തീരുമാനം, ജോലിഭാരം, പിന്നെ പുറംവേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരിയാണ്, തുടർച്ചയായി കളിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ. അതെ, അപ്പോൾ ടീമിന്റെ താൽപ്പര്യവും സ്വന്തം ഫിറ്റ്നസും നോക്കിയാണ് അദ്ദേഹം ആ തീരുമാനമെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് ടീമിന്റെ ബൗളിംഗ് ശക്തിയെ എങ്ങനെ ബാധിക്കുമെന്നതും ഒരു ചോദ്യമാണ്. ബുംറയെപ്പോലെ ഒരു സീനിയർ ബൗളർ ക്യാപ്റ്റൻസി ഭാരം എടുക്കാത്തത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ബൗളിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സഹായകമായേക്കുമോ? ആവാം. ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ അതായിരിക്കാം നല്ലത്. പക്ഷേ ക്യാപ്റ്റൻസി ഒരു ബഹുമതിയാണല്ലോ. അത് വേണ്ടെന്ന് വെച്ചത് എന്തായാലും വലിയ വാർത്തയാണ്. അപ്പോ കളിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ തവണ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ തകർത്ത് കഴിച്ച യശസ്വി ജയ്സ്വാൾ 712 റൺസ്. ഓർമ്മയുണ്ട്. ജയ്സ്വാളിന്റെ ആ പ്രകടനം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. യുവ ഓപ്പണർ ആ ഫോം തുടർന്നാൽ അത് വലിയൊരു മുതൽക്കൂട്ടാവും. അതോടൊപ്പം കരുൺ നായരുടെ കാര്യവും ചില റിപ്പോർട്ടുകളിൽ കണ്ടു. ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഇന്ത്യ എ ടീമിനു വേണ്ടി ഡബിൾ സെഞ്ചുറി അടിച്ചത്. കരുണിന്റെ ആ ഇന്നിംഗ്സ് സെലക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ടീം കോമ്പിനേഷനിൽ ചിലപ്പോൾ പുതിയ മുഖങ്ങൾ കണ്ടേക്കാം. ശരിയാണ്. കളിക്കാരും ക്യാപ്റ്റനുമൊക്കെ മാറുമ്പോ പരമ്പരയുടെ പേരും മാറിയിരിക്കുന്നു. അതെ, അതും ഒരു പ്രധാന മാറ്റമാണ്. ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി, സച്ചിനും ആൻഡേഴ്സണും 2 ഇതിഹാസങ്ങൾക്കുള്ള ആദരം. വളരെ നല്ലൊരു തീരുമാനം. ആ പേര് തന്നെ കളിയുടെ ഒരു ചരിത്രപരമായ പ്രാധാന്യം കൂട്ടുന്നുണ്ട്. ആ ഒരു പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്നു. കളി കാണേണ്ടവർക്ക് സോണി സ്പോർട്സിലും പിന്നെ ജിയോ സ്റ്റാറിലും ഉണ്ടാവും. അപ്പോൾ സംപ്രേഷണത്തിന്റെ കാര്യം ഓക്കെ. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ പരമ്പരയുടെ പ്രാധാന്യം ഒന്നുകൂടി വ്യക്തമാവുകയാണ്. 1, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിന്റെ തുടക്കം. അതെ. 2, 17 വർഷത്തിനു ശേഷം ഇംഗ്ലണ്ടിൽ ഒരു പരമ്പര നേടാനുള്ള ഇന്ത്യയുടെ ശ്രമം. അത് പ്രധാനം. 3, ശുഭ്മാൻ ഗിൽ എന്ന പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ടീം എങ്ങനെ കളിക്കുന്നു എന്നത്. അതെ, പുതിയൊരു യുഗമെന്ന് തന്നെ പറയാം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഗില്ലിന്റെ ക്യാപ്റ്റൻസി, ബുംറയുടെ തീരുമാനം, ജയ്സ്വാളിനെ പോലുള്ള യുവതാരങ്ങളുടെ ഫോം, ആ 17 വർഷത്തെ ചരിത്രം, പിന്നെ ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയും എല്ലാം കൂടെ ഒരു വലിയ ക്യാൻവാസാണ്. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചു വരുന്നു. വളരെ ആവേശകരമായ ഒരു പോരാട്ടത്തിനാണ് സാധ്യത. ശരിയാണ്. സമ്മർദ്ദവും പ്രതീക്ഷയുമൊക്കെ താങ്ങിക്കൊണ്ട് ആ 17 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ശുഭ്മാൻ ഗില്ലിന് സാധിക്കുമോ? എന്തായിരിക്കും ഗില്ലിന്റെ തന്ത്രങ്ങൾ? ഇംഗ്ലണ്ടിൽ വിജയിക്കുമോ? അതൊരു നല്ല ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നമുക്ക് കളി തുടങ്ങുമ്പോൾ അറിയാം.